നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ചാണ്. ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന യൂട്യൂബിൻ്റെ കടമ്പ ഞാൻ കടന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഈ വീഡിയോ പുതിയ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഇതിലേക്ക് എത്താത്തവർക്കൊക്കെ ഒരു സഹായമാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ സന്തോഷം എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അറിയിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 26 സമയത്താണ്. അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് ജനുവരി 20 സംതിങ് ആ ഡേറ്റുകളിലാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്തൊക്കെയോ ഞാൻ പിടിച്ച് ഞെക്കി ഓരോ ചാനൽ കണ്ടിട്ട് നോക്കുമ്പോൾ അത് ശരിയായില്ല, ഞാൻ ഓഫ് ചെയ്ത് പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ വ്യൂ ചാനൽ എന്ന് കണ്ടു. ഞാൻ വെറുതെ അതിൽ ഞെക്കി നോക്കുമ്പോൾ ഷോർട്സും വീഡിയോസും ഇടാനുള്ളൊക്കെ ഒരു സംഭവം കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ശരിയായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ എങ്ങനെ ഇതിനകത്ത് ഇടുമൊന്നും അറിയില്ല. എന്തായാലും ഒരു ഷോർട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ അതിൽ പിടിച്ച് ഞെക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന നിലയിൽ ഒരു ചെറിയൊരു വീഡിയോ ഷോർട്ട് എടുത്തു. ആ ഷോർട്ടിന് അധികം വ്യൂവേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, 10-20 വ്യൂവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, സബ്സ്ക്രൈബേഴ്സും ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഫോണിൽ നിന്നാണ് ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്ന ഇത് ക്ലിക്ക് ചെയ്തത്. പിന്നെ അച്ഛൻ, അമ്മ, അനിയൻ, അങ്ങനെ ഒരു 4 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അങ്ങനെ 4 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു. അവരും അതിലെ റിലേറ്റീവ്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു 15 സബ്സ്ക്രൈബേഴ്സോളം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൻ്റെ മറ്റ് വീഡിയോകൾ കണ്ടപ്പോൾ വീഡിയോ ഇടണം എന്നുള്ളത് തോന്നിയത്. നല്ല മഴ വരുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്, അതാണ് ഇപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറഞ്ഞത് കേട്ടോ വീഡിയോയ്ക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട എൻ്റെ വീഡിയോയിൽ എൻ്റെ ആദ്യം ഒരു ഗ്രാമക്കാഴ്ചകളെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത്. അതിന് ശേഷമാണ് ഞാൻ ഈ റീച്ചെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര റീച്ചായിട്ടാണ് തോന്നുന്നത്. കാരണം അത്രയും 1,00,000 സംതിങ് ആൾക്കാരത് കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല അഭിമാനം തന്നെയാണ്. കാരണം ഞാൻ ആ ഇട്ട വീഡിയോ അത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ കണ്ടവരെല്ലാം സപ്പോർട്ട് ചെയ്തെന്നല്ല, പക്ഷേ അത്രയും വ്യൂവേഴ്സ് കണ്ടു, ഒരുപാട് പേര് നല്ല കമൻ്റായി. അതിൽ തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ ഞാൻ കടന്നു. അപ്പം അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് റീച്ച് എന്നൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ നിന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഒരു സാധാരണ 4 വർഷം മുമ്പ് എടുത്ത 10,000 രൂപേൻ്റെ ഒരു സാധാരണ സ്മാർട്ട് ഫോണിൽ നിന്നും എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇങ്ങനെ പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, എന്നാലും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ കടന്ന് കിട്ടി. അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അന്ന് ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സാണുള്ളതെന്ന്. പെട്ടെന്നാണ് ഒരു 2-3 ആഴ്ചകൾക്കുള്ളിലാണ് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ ഞാൻ കടന്നു കിട്ടിയത്, ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ. അപ്പോൾ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം മടിച്ചിരിക്കാതെ നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എല്ലാവരും. ചെറിയതാണെങ്കിലും ഇപ്പോൾ അതിൽ നിന്നൊരു $1000 ആയാലേ, അല്ല $100 ആയാലേ 8,000 രൂപ കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും 1000 രൂപ കിട്ടിയപ്പോലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം മടിച്ചിരിക്കരുത്. എൻ്റെ നല്ല ഫോണല്ല, എനിക്ക് സ്മാർട്ട് ഫോൺ നല്ല ഐഫോണുകളില്ല എന്നൊന്നും വിചാരിക്കരുത്. സാധാരണ ഒരു ഫോണിൽ നിന്ന് തുടങ്ങി ഈ ഒരു ഇത്രയും ഘട്ടം വരെ ഞാൻ എത്തി. ഇപ്പോൾ ഇനി മോണിറ്റേഷൻ, എനിക്ക് പൈസ കിട്ടി തുടങ്ങിയോ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ കയറി സെർച്ച് ചെയ്തെന്നവർക്ക് അറിയാം. ആ ചാനൽ പക്ഷേ തുടങ്ങിയത് 2021-ലാണ്. പക്ഷേ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ചാനൽ ഞാൻ 2021 തുടങ്ങി എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ റിലേറ്റീവായിട്ടും വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ചാനൽ 2021 സ്റ്റാർട്ട് ചെയ്തതാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ആ പഴയ ഇതിൽ തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയെന്ന്. പക്ഷേ എൻ്റെ വിചാരം കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ തുടങ്ങിയ പുതിയ ചാനലായിരുന്നു അതെന്നാണ്. വ്യൂ ചാനലെന്ന് കണ്ടപ്പോൾ കയറി ക്ലിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ 2021 സമയത്ത് ഞാനിങ്ങനെ ചാനൽ തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും പ്രശ്നമാവോ, മോണിറ്റേഷനെ ബാധിക്കുമോ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്നൊക്കെ. പക്ഷെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയോ വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ പാസ്വേഡ് പുതിയതാക്കി റിക്കവറി ചെയ്തെടുത്തല്ല അത് അങ്ങനെ ചെയ്തു. അപ്പോൾ എന്നെപ്പോലെ ഒരു സാധാരണക്കാരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും പറ്റും.
നിങ്ങൾ മറ്റൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് നല്ല ഫോണില്ല, നല്ല ഇതിലൊന്നും പേടിക്കേണ്ട. അതൊന്നുമല്ല ഇതിൻ്റെ മാനദണ്ഡം. ഇതിൻ്റെ ഒരേ ഒരു, അതായത് നമ്മൾ വിജയിക്കാൻ ഇതിൽ നല്ല കണ്ടൻറ് ഇടുക. ആ കണ്ടൻറ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ് ആയിരിക്കണം. അതുപോലെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും, നല്ല ഫോണോ നല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ്, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അതിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഏണിങ്സിൻ്റെയും ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്യൂവേഴ്സുമാണ്. നല്ല മഴ ഇടി വരുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല ഇടി വെട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എൻ്റെ മോണിറ്റേഷനെ കുറിച്ചും എൻ്റെ പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമൊന്നും പറയാൻ പറ്റില്ല. പുതിയ തുടക്കക്കാർക്ക് എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു തരും. എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും എനിക്കങ്ങനെ അറിയില്ല, എന്നാലും ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന നിങ്ങൾക്കാണ് എൻ്റെ നന്ദി. താങ്ക് യു.